ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണവത്തോരനാണ്. അതിനായി നമുക്ക് കണവ ആദ്യം വൃത്തിയാക്കി എടുക്കാം. അതിനായി നമുക്ക് ഇവിടെ കുറച്ച് ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇവിടെ എടുത്തിരിക്കുന്നു. കണവ നന്നായി കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി. ചെറിയ ഉള്ളി എടുക്കുന്നില്ലെങ്കിൽ അതിന് പകരം കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്താലും മതി. ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് തേങ്ങ എടുക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ തേങ്ങയാണ് തിരുമ്മി വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് ചെറുതായി ചതച്ചെടുക്കാം. ഇതുപോലെ. ഇനി തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നത് ഈ കണവയിലോട്ട് ചേർക്കാം. ഈ സമയം അതിൽ ഉപ്പുണ്ടോ എന്നും കൂടി നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഒരു 1/2 സ്പൂൺ മാത്രം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കടുക് വറുക്കുന്നതിനായി ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. അതിനായി നമ്മൾ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും എടുത്തു വച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് അല്പം കടുകും കൂടി ഇട്ട് പൊട്ടിക്കുക. ഇനി കടുക് വറുക്കുന്നതിനായി 2-3 ഉള്ളി അതിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 വറ്റൽമുളകും കൂടി ഇതിലോട്ട് ചേർക്കാം. 2-3 ഇതൾ കറിവേപ്പിലയും കൂടി. ഈ കടുക് വറുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. സ്വാദിഷ്ടമായ കണവത്തോരൻ ഇവിടെ റെഡിയായിരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടാൻ ശ്രമിക്കുക. താങ്ക് യു.